ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1725. ഇന്ന് സെപ്റ്റംബർ മാസം 20-ാം തീയതി, 264-ാമത്തെ ദിവസത്തിലെത്തി. വല്ലപ്പോഴുമെങ്കിലും വായിച്ചൊന്ന് ഭാരപ്പെടേണ്ടതാണ്. പറ്റിയാല് കണ്ണെന്ന് നിറയ്ക്കേണ്ടതാണ്. ക്രിസ്തുയേശുവിന്റെ സുവിശേഷ വചനങ്ങളെക്കുറിച്ചാണ്. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തില് ആരെയാണ് വിരുന്നിന് ക്ഷണിക്കേണ്ടത് എന്ന് കൃത്യമായി യേശു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവരുടെ പട്ടിക നിരത്തുന്നുണ്ട്. ഒരു വ്യവസ്ഥയെ ക്രിസ്തു മുമ്പോട്ട് വെക്കുന്നുള്ളൂ. പകരം ക്ഷണിക്കാനായിട്ട് കെൽപ്പുള്ളവരെ വിളിക്കാതിരിക്കാം. അവർ നാളെ പകരം നിന്നെ മറ്റൊരു വിരുന്നിന് ക്ഷണിച്ചിട്ട് അത് നിനക്ക് പ്രതിഫലമായി മാറും. എന്നാൽ പകരം തരാനായിട്ട് കെൽപ്പില്ലാത്തവർ, അവരുടെ പക്കൽ ഒന്നുമില്ല, അങ്ങനെയുള്ളവരെ വിരുന്നിന് ക്ഷണിക്കാൻ പറ്റുമെന്നാണ് ക്രിസ്തുയേശു തന്റെ ഭക്തർക്കും ശിഷ്യർക്കും മുമ്പാകെ ഉയർത്തുന്ന ഏറ്റവും ശക്തമായ ഒരു വെല്ലുവിളി. തിരികെ തരാൻ കെൽപ്പില്ലാത്തവർക്ക് നമ്മൾ എന്തൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്? എല്ലാവരും എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ഇല്ലെന്ന് പറഞ്ഞ് തീരെ ആരെയും അപഹസിക്കുന്നില്ല. അംഗീകാരങ്ങൾക്ക് വേണ്ടി മാത്രമായി മാറുന്നുണ്ടോ എന്റെയും ഒരുപക്ഷെ നിങ്ങളുടെയും സകല ഇടപെടലുകളും, നമ്മളുടെ സാമൂഹ്യ സേവനങ്ങളുമൊക്കെ? അംഗീകാരങ്ങൾക്ക് വേണ്ടി ആകരുത്. അനുകമ്പയുടെയും ആർദ്രതയുടെയും പേരിലാണ് നമ്മൾ ഏതെങ്കിലും കാര്യങ്ങളിലേക്ക് ഇടപെടുന്നത്. അതിങ്ങനെ അറിവിനും പൊതുസമ്മതിക്കും അംഗീകാരങ്ങൾക്കും നേട്ടങ്ങൾക്കും വേണ്ടി മാത്രമാകുമ്പോൾ നമ്മുടെ പ്രവൃത്തിയുടെ കർമ്മത്തിന്റെ അകത്തെ അനുകമ്പയും ആർദ്രതയും ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. തിരിച്ചു തരാൻ ഒന്നുമില്ലാത്തവരായിരിക്കും പലപ്പോഴും നിസ്സഹായതയോടുകൂടി ഇങ്ങനെ വഴിവരമ്പത്തിൽ നിന്ന് കീഴുന്നത്. ആലോചിച്ച് നിൽക്കാൻ പോലും അധിക സമയം ഉണ്ടാവില്ല. എത്രയും വേഗം ഇടപെടേണ്ടതാണ്. ശരിക്കും ഒരു വിരൽ അനക്കിയാൽ രക്ഷപ്പെടുന്ന അനേക ജീവിതങ്ങളുണ്ട്. അവരെ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ വഴിയിൽ കണ്ടിട്ടും ഗൗനിക്കാതെ പരിഗണിക്കാതെ മുമ്പോട്ട് ഓടുന്നത്? കൈനീട്ടുന്നവർക്ക് മാത്രമേ ഞാൻ എന്തെങ്കിലും സഹായങ്ങൾ ഇട്ടുകൊടുക്കൂ എന്ന് വാശിയുണ്ടെങ്കിൽ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. നീട്ടാൻ കൈകൾ പോലും ഇല്ലാത്തവര് അപ്പോൾ എന്ത് ചെയ്യും? കുറെ കൂടി യേശു സുവിശേഷത്തിലേക്ക് ബോധപൂർവം നമുക്ക് പ്രവേശിക്കാം. അവിടെ നിന്ന് കിട്ടുന്ന പ്രകാശം കൊണ്ട് നമുക്ക് പുറത്തേക്കിറങ്ങാം. പുറത്തിറങ്ങിയാൽ എന്തെങ്കിലുമൊക്കെ വേഗം പ്രവർത്തിച്ചു തുടങ്ങാം. ആമേൻ.